വിഷ്വൽസൊക്കെ നല്ല ഇതുണ്ട്. തിയേറ്റർ വാച്ചാണ് എക്സ്പീരിയൻസ്. സ്റ്റോറി അത് ഓരോരുത്തർ കാണുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അവരവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ആ ഒരു ബേസിസിൽ കണ്ടാൽ ഒരു സിംഗിൾ പടമായിട്ട് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഇതുണ്ട്. പക്ഷേ ഓൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ, അങ്ങനെ പറയാൻ പറ്റും. കുഴപ്പമില്ല, വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു. ഇതിൽ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു, വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ഒന്ന് കണ്ട. കുഴപ്പമില്ല, വലിയ ഇതൊന്നുമില്ല. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മിസ്സാക്കരുത്. പിന്നെ ഇച്ചിരി ലാഗ് ഉണ്ട്, എന്നാലും ഓക്കെ, ഒരു മാർവൽ ഫാനിന് പറ്റിയ പടമാണ്. 3 ക്യാരക്ടേഴ്സിന് അവർ നല്ല ബോണ്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, 3 പേർക്ക് നല്ല ഡയലോഗ്, നമുക്ക് ബോണ്ടിങ് തോന്നും. ഇറ്റ്സ് നോട്ട് ആസ് ബാഡ് ആസ് ഫസ്റ്റ് മൂവി, ബെറ്റർ ദാൻ ഫസ്റ്റ് മൂവി. താങ്ക് യു. ഇഷ്ടപ്പെട്ടത് ക്രെഡിറ്റ് സീൻ, പ്രതീക്ഷിക്കാത്ത രീതിയിലെ ക്രെഡിറ്റ് സീനായിരുന്നു. പിന്നെ മൊത്തത്തിലൊരു ആവറേജ് മൂവി എന്ന് പറയാം. സുഖമല്ല നമുക്ക് അടിപൊളി. കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു വിഷ്വൽ എഫക്ട്സ് ഒക്കെ കൊള്ളാം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പടം കുഴപ്പമില്ല, ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. എങ്കിലും എന്തുവാ, ആ ഒരു മാർവലിൻ്റെ ആ ഒരു ഇത് വന്നില്ലെങ്കിലും ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാം. അതായത് നമുക്കൊരു മൾട്ടിവേഴ്സിൻ്റെ ഒരു സെറ്റപ്പ്, അതിനുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡള്ളാണല്ലോ, അന്ന് മാറുമെന്ന് തോന്നുന്നു. കാരണം ഈ ക്യാരക്ടേഴ്സിന് ഫ്യൂച്ചറിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇമ്പോർട്ടൻസ് ക്യാരക്ടറിന് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിയ ന്യൂ ക്യാരക്ടേഴ്സ് ഉണ്ട്, ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. കൊള്ളാം. ഷോർട്ട് ഫിലിം, അത്ര ഡ്യൂറേഷൻ ഇല്ല, 2 hour താഴെ ഉള്ളൂ. പെട്ടെന്ന് ടൈം പോവും. കൂടുതൽ പ്ലോട്ടുകൾ കാണിക്കുന്നുണ്ട്, ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് ലിങ്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ന്യൂ ക്യാരക്ടേഴ്സ് ഫീലുണ്ട്, ഫ്രഷ് ഫീലുണ്ട്. ഓ 3D ആണ്. നമുക്ക് 3D എഫക്റ്റ് അത്രത്തോളം ഇല്ല. നമുക്കിപ്പം ക്യാപ്റ്റൻ്റെയൊക്കെ ഈ ലൈറ്റ് പവറൊക്കെ നമുക്ക് കുറച്ചും കൂടി വിഷ്വലായിട്ട് കിട്ടുന്നത് അത്ര എക്സ്പെക്റ്റ് ചെയ്തു, അത്രയും കിട്ടിയില്ല. ആക്ഷൻസൊക്കെ കൊള്ളാം.